ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പിന്നെ ഇന്നലെ ഈവനിങ് വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പിന്നെ ഒരു വൈകുന്നേരം തൊട്ട് കുറേ ആയല്ലോ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഏച്ചി വരുന്ന വെയിറ്റ് ചെയ്തിരിക്കട്ടോ. എന്നാൽ തലവേദന ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ കിടക്കിനും എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെയൊക്കെ. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ കിടന്നേനെ. അപ്പോൾ പിന്നെ ഏച്ചി വന്നതൊരു സർപ്രൈസും കൊണ്ടാണ്. അനിയ വന്ന് ഏച്ചിനെ വിളിച്ച് പറഞ്ഞ് ഏച്ചി ഡയറി മിൽക്ക് ഏച്ചിക്ക് വാങ്ങിക്കൊടുക്കും, ഓൻ പൈസ അയച്ചാൽ പറഞ്ഞപ്പോൾ അങ്ങനെ ഏച്ചി എനിക്ക് സർപ്രൈസ് ആയിട്ട് ഡയറി മിൽക്ക് വാങ്ങി തന്നെ ഒരു മോനോട് തന്നാണ്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായി. ഇപ്പോൾ സാധാരണ എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് പോകാൻ വരുന്നതാണ്. പക്ഷേ ഈ തവണ വന്നില്ല. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു വരാത്തതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ സർപ്രൈസിന് ഞാൻ വിചാരിച്ചതേ ഇല്ല, സ്വപ്നത്തിൽ പോലും. അപ്പോൾ പിന്നെ സനയുണ്ടെങ്കിൽ കേക്കൊക്കെ വാങ്ങി തന്ന്. അപ്പോൾ സനോട്ടം പോയിട്ടോ, കേക്ക് വാങ്ങി തന്നപ്പോൾ സനോട്ടം പോയി. പിന്നെ മക്കളൊക്കെ വന്ന് കണ്ടു ലോകച്ചിരി എവിടെ എന്തോ വിറ്റാട്ടോ. അവിടെ കോമഡിയാണ് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോയി. കേക്കൊക്കെ മുറിക്കണ്ടേ, ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക ഏട്ടൻ വന്ന് അപ്പം കേക്ക് മുറിക്കാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ കുട്ടിപ്പട്ടലൊക്കെ റെഡി വന്ന് നിൽക്കണേ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മൂപ്പര് ഓടിടും കേക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ സനയുടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ എന്താ പറയുക ബിസി കുറക്കുന്നത്. സന ബിസി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വേഗം മുഖത്തേക്ക് നോക്കില്ല കേട്ടോ. അങ്ങനെ പിന്നെ കേക്ക് മുറിക്കണം എല്ലാവരും വന്നപ്പോൾ കേക്ക് മുറിക്കണം ഏട്ടന് എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കേക്കൊക്കെ മുറിച്ച് നിച്ചൂട്ടിനെ എടുക്കാത്ത ഒന്നാമത് ഓൻ എൻ്റെ അടുത്ത് വന്നില്ല. അവൻ അപ്പുറത്തോടെ ചുറ്റി നിന്നാട്ടോ. ഓൻ ജസ്റ്റ് ഒന്ന് വെറുതെ നിന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ കേക്ക് കൊടുത്ത്. പക്ഷെ ഇത് മാത്രമല്ല ഞെട്ടിച്ചൊരു ഏച്ചി വേറെ എനിക്ക് സർപ്രൈസ് തന്നു. കാരണം ഏച്ചിയായിട്ട് എനിക്കൊരു സർപ്രൈസ് തന്നിട്ടോ. അയ്യോ, ഞാൻ വിചാരിച്ചേ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ സർപ്രൈസിൻ്റെ എനിക്ക് തോന്നി. കാരണം മക്കളിന് പറഞ്ഞു. പക്ഷെ എന്താ അറിയിച്ചത്, അയ്യോ എനിക്കറിയാതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഒരു ചുരിദാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പും പാൻറ്റുള്ളത് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടേ. പിന്നെ കൈയൊക്കെ വെക്കണം, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കാണിക്കാൻ. അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞാൽ ഞാൻ ചിലവ് ചെയ്യണം. പിന്നെ കച്ചറുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാനും ചെയ്യണ്ടേ. അപ്പോൾ ഓക്കെ.